വിഷ്ണുശാലിനിയുടെ മഹാ എപ്പിസോഡിലാണെങ്കിൽ സത്യഭാമയാണെങ്കിൽ ധന്യ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഡോക്ടർക്ക് അറിയാമെന്ന് പറയുമ്പോൾ അങ്ങനെ വിട്ടു പറയാനുള്ള അവകാശമൊന്നും എനിക്കില്ല, എന്നാലും ചോദിച്ചോളൂ എന്ന് പറയുകയാണ്. അന്നേരം ഒരൊറ്റ ചോദ്യമേ എനിക്കുള്ളൂ, ഒരൊറ്റ വിവരം മാത്രം അറിഞ്ഞാൽ മതി. സത്യ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മകളാണോ, ശാലിനി പ്രസവിച്ച വിഷ്ണുവിൻ്റെ മകളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡോക്ടർ ആദ്യമൊന്നും പറയുന്നില്ല. പക്ഷേ തുടരെ നിർബന്ധിച്ച് ഭാമ ചോദിക്കുമ്പോൾ അവസാനം ഡോക്ടർ സത്യം പറയുന്നുണ്ട്. അതെ, അന്നാണെങ്കിൽ ശ്യാമ അഡ്മിറ്റ് ആയപ്പോൾ ശാലിനിയും ഉണ്ടായിരുന്നു തൊട്ടടുത്ത റൂമിൽ. വിഷ്ണുവിൻ്റെ മകളാണ് ശാലിനി പ്രസവിച്ചത്, വിഷ്ണുവിൻ്റെ മകളാണ് സത്യ എന്നിങ്ങനെ പറയുമ്പോൾ അന്ന് ആ ഹോസ്പിറ്റലിലെ സംഭവമൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. ശാരദാമ്മയാണെങ്കിൽ ആ വേറൊരു ശാലിനിയുടെ ലേബർ റൂമിൻ്റെ മുന്നിൽ നിന്ന് കരയൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അന്ന് പിന്നെ സുസ്മിതയാണെങ്കിൽ പറഞ്ഞല്ലോ, ശ്യാമ എവിടെയല്ലേ, അവിടെ എന്തിനാ ശാരദാമ്മ പോയിരുന്ന് കരയുന്നതെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീനൊക്കെ ആലോചിക്കുന്നുണ്ട്. തുടർന്ന് ആ ഒരു സത്യഭാമ മനസ്സിലാക്കുകയാണ്. അതിനുശേഷം കണ്ണീരോടെ ഭാമ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷമാണ് സാബു വർഗീസ് വരുന്നുണ്ട്. അമ്മ എവിടെയും ചോദിക്കുമ്പോൾ പോയി എന്ന് പറയുകയാണ്. അന്നേരം എന്നോട് പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ നടന്നു പോകുന്ന കാണുകയാണ്. അന്നേരം എന്താ പോയതെന്നിങ്ങനെ സാബു വർഗീസ് ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞ് ധന്യ ഡോക്ടർ നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടാവണം. തുടർന്ന് സത്യഭാമയാണെങ്കിൽ അങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട്. ശാലിനിയോടും സത്യയോടും ചെയ്ത ആ ഒരു ക്രൂരതകളൊക്കെ ഓർമ്മിക്കുന്നുണ്ട്. വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതും ഒരുപാട് തവണ ശാലിനി അധിക്ഷേപിച്ചതും ഒക്കെ ഓർമ്മിച്ചങ്ങ് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് വരികയാണ്. അതിനുശേഷം ഭാമയാണെങ്കിൽ പൂജാമുറിയിൽ നിന്നിങ്ങനെ കരഞ്ഞ് മാപ്പ് പറയുകയാണ്. എൻ്റെ കൊച്ചുമകളാണ് സത്യ, എൻ്റെ വിഷ്ണുവിൻ്റെ മകള്. എന്തിനാണ് എന്നിൽ നിന്ന് സത്യ ഒളിപ്പിച്ചു വെച്ചത്? ശാലിനിക്ക് അറിയാമായിരുന്നു, വിഷ്ണുവിനെ അറിയാമായിരുന്നു സത്യങ്ങളെല്ലാം. എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ? ഞാൻ ചെയ്ത പാപങ്ങൾക്കൊക്കെ ശിക്ഷ തരാൻ വേണ്ടിയിട്ടാണോ? ഞാൻ എന്തുമാത്രം ദ്രോഹിച്ചു ആ കുഞ്ഞിനെയും എന്നൊക്കെ പറഞ്ഞ് ഒരുപാടങ്ങ് കരഞ്ഞ് മാപ്പ് ചോദിക്കുകയാണ്. കൃഷ്ണനെല്ലാം അറിയാമായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാത്തിനും മാപ്പ് തരണം, എൻ്റെ കൊച്ചുമോളാണ്, എൻ്റെ വിഷ്ണുവിൻ്റെ മകളാണ് സത്യ, എൻ്റെ വീട് ഭരിക്കേണ്ടത് അവളാണ്, എൻ്റെ കുഞ്ഞിനൊരു ആപത്തും വരുത്തരുതേന്നും പറഞ്ഞ് ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം ഒരു പ്രായശ്ചിത്തം എന്നോണം സത്യഭാമയാണെങ്കിൽ അവിടെ ഭഗവാന്റെ മുന്നിൽ മാപ്പിരക്കുകയാണ്. കരഞ്ഞ് സത്യഭാമ മാപ്പിരക്കുകയാണ്. ഇതേ സമയം അവിടെ സത്യയാണെങ്കിൽ സത്യയും പപ്പിയും കൂടി ഹോംവർക്കൊക്കെ ചെയ്യുകയാണ്, പടമൊക്കെ വരയ്ക്കുന്നുണ്ട്. അന്നേരം വിഷ്ണു അങ്ങോട്ടത്തേക്ക് വരികയാണ്. അന്നേരം ഇതൊന്ന് വരച്ച് തരുമോ വെച്ചാന്ന് ഞാൻ ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ വിഷ്ണു വെച്ച് ഇതൊന്നും പഠിച്ചിട്ടില്ലേ എന്നിങ്ങനെ പപ്പി ചോദിക്കുകയാണ്. അന്നേരം പിന്നെ അതൊക്കെ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, സാറുമാർക്ക് പോലും വരയ്ക്കാൻ അറിഞ്ഞൂടാത്ത ഞാനായിരുന്നു വരയ്ക്കുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പപ്പി ചോദിക്കുകയാണ്. അന്നേരം ശാലിനി ഇത് കേട്ടുകൊണ്ട് വരികയാണ്. അതേ ഫസ്റ്റ് ആയിരുന്നു, പക്ഷേ ബാക്ക് ബെഞ്ചിലാണെന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ ഇത് കളക്ടർക്ക് മാത്രമല്ല എനിക്കും അറിയാം, ഞാനിപ്പോൾ വരച്ചു കൊടുക്കുമെന്നൊക്കെ കളിയാക്കുകയാണ് വിഷ്ണു. അന്നേരം അച്ഛൻ വരച്ചു തന്നിട്ട് പിന്നെ പോയാൽ മതി എന്നൊക്കെ ശാലിനിയും തിരിച്ചു പറയുന്നുണ്ട്. തുടർന്ന് വരയ്ക്കാനുള്ളതൊക്കെ എടുത്ത് വയ്ക്കും, ഞാൻ ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്നിങ്ങനെ ശാലിനി പറയുകയാണ്. അന്നേരമാണെങ്കിൽ കളക്ടർമാരുടെ മീറ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പോയ കാര്യമൊക്കെ വിഷ്ണു തിരക്കുന്നുണ്ട്. അന്നേരമാണെങ്കിൽ ശാലിനി ഡ്രസ്സ് മാറാൻ അപ്പുറത്തേക്ക് പോവുകയാണ്. അന്നേരം ഞാൻ വരച്ചു തരാം, ഇതൊന്ന് വരച്ചതാ അച്ഛാന്നിങ്ങനെ സത്യം അറിയുമ്പോൾ ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് എടുക്കുന്നുണ്ട്. അതിനുശേഷം പപ്പിയുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് എടുക്കുകയാണ്. അന്നേരം ഇതിൽ പെൻസിലില്ലേ എന്നും പറഞ്ഞ് എടുക്കാൻ തുടങ്ങുമ്പോൾ പപ്പി അതെടുക്കേണ്ടത് എൻ്റെയാന്ന് പറയുകയാണ്. അന്നേരം ആരായാലും എന്താ എടുത്താൽ പോരെയെന്ന് പറഞ്ഞ്, പക്ഷേ പപ്പി അത് എടുക്കാൻ സമ്മതിക്കുന്നില്ല. അന്നേരം എന്താണ് നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്താൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞ് വിഷ്ണു അത് പെട്ടെന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് പൈസ ഇരിക്കുന്ന കാണുന്നുണ്ട്. അന്നേരം ഇതെവിടുന്നാ പൈസ എന്നിങ്ങനെ പപ്പിയോട് ചോദിക്കുകയാണ്. പപ്പി ആദ്യം മിണ്ടുന്നില്ല, ആകെ ഒരു കള്ളത്തരം പോലെ. അന്നേരം ഒന്നുകൂടി ഇതെവിടുന്നാ പപ്പി പൈസ എന്നിങ്ങനെ വിഷ്ണു ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോഴും ചേച്ചിയമ്മ തന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശാലിനി അങ്ങോട്ടത്തേക്ക് ഡ്രസ്സൊക്കെ മാറിയിട്ട് വരുന്നുണ്ട്. അന്നേരം താൻ എന്തിനാ പപ്പിക്ക് പൈസ കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കൊടുത്തില്ല എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം പപ്പി പറഞ്ഞല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അവസാനം പപ്പി എവിടെന്നാ പൈസയെന്നും പറഞ്ഞ് ശാലിനിയും ദേഷ്യപ്പെടുകയാണ്. അവസാനം സത്യം പറ എന്നിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടുമെന്നും പറഞ്ഞ് ഇങ്ങനെ അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട് ശാലിനി. അന്നേരം ചേച്ചിയമ്മയുടെ ബാഗിൽ നിന്ന് ഞാൻ അറിയാതെ എടുത്തതാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം എന്തിന് മോഷണം തുടങ്ങിയോ, കുടുംബത്തോടെ മോഷണമാണല്ലോ, അപ്പോൾ പിന്നെ ഇങ്ങനെ കളിച്ചുവിട്ടിട്ടുള്ളതൊക്കെ ഒലിച്ചു പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കാനേ കഴിയുമെന്നും പറഞ്ഞ് വിഷ്ണുവിനെ കുത്തി ശാലിനിയോട് പറയുന്നുണ്ട്. ശാലിനിക്ക് ആകെ വിഷമം തോന്നുന്നുണ്ട്, പപ്പി ഇങ്ങനെ അറിയാതെ കാശെടുത്ത് ഒരു മോഷണ ശ്രമം പോലെ നടന്നതുകൊണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നുണ്ട്. അന്നേരം എന്തിനാ കാശെടുത്തതെന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് വിഷ്ണു ശാലിനി ചോദിക്കുന്നുണ്ട്, അടി വെച്ച് തരുമെന്നൊക്കെ പറയുമ്പോൾ അടിക്കാനൊക്കെ ഇങ്ങനെ കൈ ഓങ്ങുന്നുണ്ട്. അന്നേരം വിഷ്ണു ഇങ്ങനെയൊക്കെ തടുക്കുന്നുണ്ട്. വേണ്ട പപ്പി എന്തിനാന്ന് ചോദിക്കുമ്പോൾ അത് അവർ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ രണ്ടുപേരും തമ്മിൽ ഇങ്ങനെ അടി കൂടിയപ്പോൾ കുട്ടിയുടെ മാല പൊട്ടിപ്പോയി. അപ്പോൾ വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ചേച്ചിയമ്മയുടെ പേരിൽ നിന്ന് പൈസ എടുത്തതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ചോദിച്ചാൽ ഞാൻ തരില്ലേ എന്ന് പറഞ്ഞ് ശാലിനി വീണ്ടും ദേഷ്യപ്പെട്ടിട്ടാണ് ഈ കുടുംബത്തോടെ ഇങ്ങനെ മോഷണമായിട്ട് നടക്കുകയില്ലേ, എങ്ങനെയാ തിരുത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇതുപോലെ വല്ലതും കാണിച്ച് എൻ്റെ തല്ല് മേടിക്കുമെന്നൊക്കെ പറഞ്ഞ്
പറഞ്ഞ് ശാലിനി ദേഷ്യപ്പെട്ട് അങ്ങ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം വിഷ്ണുവിനാകെ സങ്കടം വരുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ കുട്ടിയെ ചേർത്ത് പിടിക്കുന്നുണ്ട്. മോളെ അങ്ങനെയും ചെയ്യല്ല, അച്ഛനും അമ്മയും അറിയാതെ പൈസ എടുക്കുന്ന ചീത്ത സ്വഭാവമാണ്, ചീത്ത കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു, ഞാനിവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് പപ്പി ഇങ്ങനെ തിരിയാൻ പോകുമ്പോൾ വിഷ്ണു ഒന്ന് പിടിക്കുന്നുണ്ട്. അതേ മോളെ അങ്ങനെയൊന്നും അല്ല, അത് പിന്നെ നല്ല കുട്ടികളുടെ സ്വഭാവമല്ലല്ലോ, അപ്പോൾ മോളിങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, അതുകൊണ്ടല്ലേ ചേച്ചിയമ്മ അമ്മയെന്ന് പറഞ്ഞിട്ട് ചേച്ചിയമ്മ വഴക്ക് പറഞ്ഞു, ഇനി അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിക്കുമ്പോൾ കുട്ടി അത് ഉൾക്കൊള്ളുന്നുണ്ട്. അങ്ങനെ വിഷ്ണു അച്ഛൻ ഒരു ഉമ്മ തന്നെ എന്നിങ്ങനെ പറയുമ്പോൾ ഉമ്മ കൊടുക്കാൻ വരുമ്പോൾ വിഷ്ണു ഇങ്ങനെ കള്ളൊക്കെ മാറ്റുന്നുണ്ട്. എന്നിട്ട് സന്തോഷമാവുന്നുണ്ട്. അതിനെ സത്യം പറയുന്നുണ്ട്, പാപ്പി ഇങ്ങനെ കരയല്ലേ, പോട്ടെ സാരമില്ല, എനിക്ക് സങ്കടം വരുന്നു എന്നൊക്കെ സത്യം പറയുന്നുണ്ട്. പിന്നെ അവിടെ അത് കോംപ്രമൈസ് ആവുന്നുണ്ട്. പക്ഷെ അകത്തേക്ക് പോകുന്ന ശാലിനി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പപ്പിയെ വിഷ്ണുവോട് പറഞ്ഞ് തിരുത്തുന്നുണ്ട്. തുടർന്ന് പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ രാഘവൻ നായർ ഇങ്ങനെ ഉമ്മറപ്പടിയിലിരുന്ന് ആ വിഷ്ണുവിൻ്റെ പിറന്നാളിന് പോയി സദ്യ കഴിച്ചതും ആ ഒരു സന്തോഷമൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുകയാണ്. ഈ സമയത്ത് ഭാമ ചായയായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് എന്താ ഇത്ര ഒറ്റയ്ക്ക് ആലോചിച്ച് ചിരിക്കാന്ന് ചോദിക്കുമ്പോൾ ചില പഴയ നിമിഷങ്ങളും സന്തോഷമുള്ളത് നമുക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകും, അങ്ങനെ ഒരു ജീവിതമായിരുന്നു എൻ്റെ, അന്നൊരു നിമിഷമായിരുന്നു എൻ്റെ മകൻ്റെ പിറന്നാൾ ആഘോഷം, നിന്നെ വിളിച്ചപ്പോൾ നീ വന്നില്ലല്ലോ, നിനക്ക് ആ സന്തോഷം വേണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ ചായ കൊടുത്തിട്ട് ആ കസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, എന്നെ നിർബന്ധിക്കണമായിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം നിർബന്ധിച്ചാലും നീ വരില്ലല്ലോ, വന്നാലും നിനക്ക് ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ കഴിയില്ല, പിന്നെ നീ അവിടെ വന്ന് വഴക്കുണ്ടാക്കിയല്ലേ ചെയ്യുന്നതെന്ന് പറയുകയാണ്. പിന്നെന്തിനാ സന്തോഷമായിട്ട് തന്നെ ഇരിക്കട്ടെ എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ എങ്കിൽ ഞാൻ അവിടേക്ക് പോകാൻ പോവുകയാണെന്ന് ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം അവിടേക്കോ, എന്തിന് നീ പോകുന്നത്, ഉള്ള സന്തോഷം കൂടി കളയാൻ, അവിടെ വഴക്കുണ്ടാക്കാനല്ലേ? അന്നേരം ഞാൻ പോകുന്നത് എൻ്റെ മകനുമായിട്ട് സംസാരിക്കാനാണ്, പിന്നെ വഴക്കുണ്ടാക്കുന്നത് എൻ്റെ ഇഷ്ടമാണ്, എൻ്റെ മകനെ ശാസിക്കാനുള്ള അധികാരം എനിക്കുണ്ട്, ഞാൻ പോകും. രാഘവേട്ടൻ വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊന്നുമില്ല, പ്രത്യേകിച്ച് നിൻ്റെ കൂടെ എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ എന്തായാലും പോകും, ഞാൻ തീരുമാനിച്ചുറപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ഭാമയാണെങ്കിൽ ഒരു ചെറിയ പണക്കത്തോടെയൊക്കെയാണ് അകത്തേക്ക് പോവുകയാണ്. അന്നേരം ഇവളെന്താ ഇപ്പോൾ ഇങ്ങനെ, ഇനി അവിടെ പോയി ആ കൊച്ചുങ്ങളുടെ ഉള്ള മനസ്സമാനം കൂടി കളയോ, ഇതെന്ത് കൂത്തെന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ ആലോചിച്ചിരിക്കുക. രാഘവൻ നായർക്ക് സംഭവം മനസ്സിലാവുന്നില്ല. ഇതേ സമയം അവിടെ സ്കൂൾ വിട്ടതിന് ശേഷം പപ്പിയാണെങ്കിൽ പിണങ്ങിപ്പോൾ ഒരു സ്ഥലത്ത് മാറിയിരിക്കുന്നുണ്ട്. അന്നേരം സത്യ അവിടെയൊക്കെ അന്വേഷിക്കുകയാണ്. അവസാനം ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്ന കാണുന്നുണ്ട്. പപ്പി ഇവിടെ നിൽക്കുകയാണോ, ഞാൻ എത്ര നേരമായി നോക്കുന്നു, ദേ ഓട്ടോ ഇപ്പോൾ വരും വാന്നും പറഞ്ഞ് വിളിക്കുകയാണ്. അന്നേരം പപ്പി ദേഷ്യപ്പെടുകയാണ്, ഒന്ന് പോയേ, എങ്ങോട്ട്, ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയുകയാണ്. അന്നേരം വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് ആരിയിരിക്കുന്നത്, എൻ്റെ അച്ഛനും അമ്മയും ഇല്ലല്ലോ, ഞാൻ വരുന്നില്ല എന്നും പറഞ്ഞു പപ്പി ആകെ നിർബന്ധം. സത്യ ഒരുപാട് തവണ നിർബന്ധിക്കുന്നുണ്ട്. അന്നേരം ഇല്ല, സത്യ പോയെന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് പപ്പി. അന്നേരം ഇങ്ങനെയുണ്ട് ഒരു വാശി, എങ്കിൽ പിന്നെ ഞാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് സത്യ അങ്ങോട്ട് തിരിയുകയാണ്. തിരിഞ്ഞു നിന്നിട്ടും സത്യ വിളിക്കുന്നുണ്ട്, പപ്പി വരുന്നുണ്ടോ എന്ന് പറയുമ്പോൾ പോയെന്ന് പറഞ്ഞ് പപ്പി ദേഷ്യപ്പെടുകയാണ്. ഈ സമയത്ത് അവിടേക്ക് സത്യഭാമ ഇങ്ങനെ ഓട്ടോയിൽ വരുന്നുണ്ട്. ഓട്ടോയിൽ നിന്ന് സത്യഭാമ ഇറങ്ങുന്നത് ഈ സത്യ കാണുന്നുണ്ട്. അന്നേരം ആയി സത്യാമ്മ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയാണെങ്കിൽ ഓടി വരുന്നുണ്ട്. സത്യയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ചേർത്ത് പിടിച്ചൊരു മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ പപ്പി വരുന്നില്ല, പപ്പി പിണങ്ങിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എന്തിനാ പിണങ്ങിയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും കാണണമെന്നും പറഞ്ഞാണ് ബഹളം ഉണ്ടാക്കുന്നത്. സത്യമ്മയുടെ കൊച്ചുമോളല്ലേ, ഒന്ന് പറഞ്ഞ് നോക്കുന്നിങ്ങനെ സത്യ പറയുകയാണ്. അന്നേരം എൻ്റെ വിഷ്ണുവിൻ്റെ മകൾ, എൻ്റെ കൊച്ചുമോൾ നീയാ മോളെ എന്നിങ്ങനെ ഭാമ മനസ്സിൽ പറയുന്നുണ്ട്. എന്നാലും സത്യമ്മ ഒന്ന് പറഞ്ഞ് നോക്കുന്നേ നിർബന്ധിക്കുകയാണ്. തുടർന്ന് സത്യഭാമയാണെങ്കിൽ സത്യയും കൂട്ടിക്കൊണ്ട് ഇങ്ങനെ പപ്പിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അന്നേരം വാ മോളെ, എങ്ങനെ ഇരിക്കുന്നത്, എങ്ങനെയാ, സത്യ വിഷമിക്കുന്നുണ്ടല്ലേ, വീട്ടിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എവിടെ, അവരില്ലല്ലോ, പിന്നെ ഞാൻ പോവില്ല എന്ന് പറയുകയാണ്. അന്നേരം പപ്പിയും ചേർത്ത് പിടിച്ചൊരു മുത്തം കൊടുത്തിട്ട് മോളുടെ അച്ഛനും അമ്മയൊക്കെ ഒരു ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് പോയിരിക്കുകയല്ലേ, അവർ ഉടനെ വരും, മോള് വന്നേ സത്യാമ്മ ഉണ്ടാക്കാമെന്ന് പറയുകയാണ്. അന്നേരം സത്യ പറയുന്നുണ്ട്, എണീക്ക് പപ്പി, സത്യാമ്മ വരാമെന്ന് പറഞ്ഞില്ലേ. അന്നേരം പപ്പി ഒരുവിധം എഴുന്നേൽക്കുന്നുണ്ട്. തുടർന്ന് ബാഗൊക്കെ എടുത്ത് സത്യഭാമയാണെങ്കിൽ ഓട്ടോയിൽ ഇവർ രണ്ടുപേരെയും കൂടി വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഓട്ടോയിൽ സത്യഭാമയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് കൊച്ചുങ്ങളെയും കൊണ്ട് വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തുമ്പോൾ ഇങ്ങനെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അന്നേരം വീട് പൂട്ടിയിരിക്കുന്ന കാണുമ്പോൾ ഇവിടെ പൂട്ടിയിരിക്കുകയാണല്ലോ എന്നിങ്ങനെ ഭാമ പറയുന്നുണ്ട്. അന്നേരം പപ്പി പറയുന്നുണ്ട്, താക്കോൽ അവിടെ ഇരിപ്പുണ്ട്, ആദ്യം വരുന്നവരാർക്കായാലും തുറന്ന് കയറാനാണ് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പപ്പിയാണെങ്കിൽ ആ സമയം കൊണ്ട് അതിലൊക്കെ തുറക്കുന്നുണ്ട്. അന്നേരം അപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അകത്ത് ഞങ്ങൾ കുറേ നേരം ഇരിക്കും, അപ്പുറത്തെ വീട്ടിൽ ജയശ്രീ ചേച്ചി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വാ സത്യാമ്മയെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി വിളിച്ച് അകത്ത് കയറ്റുകയാണ് സത്യഭാമ. എന്നിട്ട് വീടൊക്കെ കാണിക്കുന്നുണ്ട്. സത്യാമ്മയ്ക്ക് വീട് ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ ഇഷ്ടമായെന്ന് പറയുന്നുണ്ട്. ഹാളിലെ സെറ്റിയിലേക്ക് ഇരിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നുണ്ട്, അപ്പോൾ ചായയൊക്കെ എങ്ങനെയാണ്, നിങ്ങൾ വിശന്നിരിക്കില്ലേ കഴിക്കാനൊക്കെ എന്നിങ്ങനെ ഭാമ തിരക്കുന്നുണ്ട്. അന്നേരം അത് അപ്പുറത്തെ ജയശ്രീ ചേച്ചി തിളപ്പിച്ചുകൊണ്ട് തരും. പിന്നെ കഴിക്കാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണും, ഞങ്ങൾ കളിക്കുകയും പടം വരയ്ക്കുകയും ഹോംവർക്ക് ചെയ്യുകയൊക്കെ ചെയ്യും, അപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വരുമെന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു ശാലിനിയൊക്കെ വരാൻ സന്ധ്യ ആവില്ലേയും ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ സന്ധ്യ ആവും എന്ന് പറയുന്നുണ്ട്, ജയശ്രീ ചേച്ചി ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്.
തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട്, പക്ഷേ ഞാൻ സത്യമ്മ വന്ന കാര്യം നിങ്ങൾ അച്ഛനോടും അമ്മയോടും പറയല്ലേ, പറയാതിരുന്നാൽ ഞാൻ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ്. അന്നേരം പപ്പി പറയുന്നുണ്ട്, അവളുടെയല്ലേ, എനിക്കറിയാം, എനിക്ക് എന്തോരം ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ സത്യ പറയുന്നുണ്ട്, പപ്പി എന്നോടും വന്ന് പറയും, അത് കേൾക്കുമ്പോൾ എനിക്കും കൊതിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം എങ്കിൽ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി തരാം, നിങ്ങൾ അച്ഛനോടും അമ്മയോടും പറയില്ലെന്ന് പറയുകയാണ്. തുടർന്ന് ഭാമയും കൊണ്ട് ഒരു അടുക്കളയിൽ പോകുന്നുണ്ട്. ഇതാണ് ഞങ്ങളുടെ കിച്ചൺ എന്ന് പറയുമ്പോൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഉണ്ടെന്ന് പറയുകയാണ്. ആ സമയത്തിന് ഞങ്ങൾ ഡ്രസ്സ് മാറി വരാമെന്നും പറഞ്ഞ് കുട്ടികളിങ്ങനെ ഹാളിലേക്ക് വരുമ്പോൾ ഭാമ അവിടെ അതൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ട്. എന്നാൽ സത്യ ചോദിക്കുന്നുണ്ട്, എന്താ അച്ഛനോടും അമ്മയോടും പറയണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന് വലിയ സന്തോഷമാവത്തല്ലേ ഉള്ളൂ എന്ന്. അന്നേരം സത്യാമ്മയല്ലേ പറഞ്ഞത്, ഞങ്ങൾ പറയാതിരുന്നാൽ നമുക്ക് അവലിടെ ഉണ്ടാക്കി തരും, നമുക്കതല്ലേ വേണ്ടത്, നമുക്കത് മതി, സത്യ പറയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞ് അവർ ഡ്രസ്സ് മാറാനായിട്ട് പോകുന്നുണ്ട്. തുടർന്ന് ഭാമയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതെല്ലാം അവളുടെ ആണെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. അന്നേരം കുട്ടികൾ ഡ്രസ്സ് മാറി വന്നിട്ട് ബാഗ് എടുത്തുകൊണ്ട് വയ്ക്കാമെന്ന് ഇങ്ങനെ സത്യ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മ വഴക്കുറയുന്നു, കൊണ്ടുവന്നിട്ട സ്ഥലത്തുനിന്ന് മാറ്റിയൊക്കെ വെക്കുന്നുണ്ട്. അന്നേരത്തേക്ക് സത്യഭാമ ഇതെല്ലാം ഉണ്ടാക്കി പ്ലേറ്റിലാക്കി 2 പ്ലേറ്റിലാക്കി കൊണ്ടുവരികയാണ്. അന്നേരം ഇത്ര പെട്ടെന്നായോ എന്നിങ്ങനെ സത്യ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് 2 പേർക്കും പ്ലേറ്റിൽ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് സത്യയുടെ പ്ലേറ്റ് ആണെങ്കിൽ ഭാമ വാങ്ങിച്ചിട്ട് നിവർത്തുകയും ഊതി ആറ്റുകയും എന്നിട്ട് ഞാൻ തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വായിലൊക്കെ വെച്ചു കൊടുക്കുകയാണ്. അന്നേരം പപ്പി ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം എൻ്റെതും ചൂടായതൊന്ന് പിരുത്ത് തരുമെന്ന് ചോദിക്കുമ്പോൾ തണുപ്പിച്ച് തരുമെന്ന് ചോദിക്കും, കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എനിക്കും വായിൽ വെച്ച് തരണമെന്ന് പറയുമ്പോൾ, അല്ല മോളിത് സത്യമോൾ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടല്ലോ, സത്യമോളല്ലേ കഴിക്കാത്തത്, അതുകൊണ്ടാണ് വാരി കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതെൻ്റെ വിഷ്ണുവിൻ്റെ മോളാണ്, എൻ്റെ അവകാശി, അത് മനസ്സിലാണ് പറയുന്നത്, ഇവർക്ക് എന്ത് കൊടുത്താലും മതിയായില്ല എന്ന് പറഞ്ഞിട്ട് വാരി കൊടുക്കുന്നുണ്ട് സത്യയ്ക്ക്. എന്നിട്ട് നെറ്റിയിൽ മുത്തമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി സ്കൂളിലേക്ക് കൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സത്യ ഇങ്ങനെ സ്നേഹത്തോട് പെരുമാറുന്നത് പപ്പി ഇങ്ങനെ നോക്കി ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. പക്ഷെ ഭാമ ശ്രദ്ധിക്കുന്നില്ല. സത്യയാണെങ്കിൽ ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ അവിടേക്ക് വണ്ടിയിൽ വരുന്നുണ്ട്. പക്ഷെ അവിടെ ഡ്രൈവർ വിഷ്ണു ആണെന്നുള്ളത് കാണിക്കുന്നില്ല. ശാലിനി ഇങ്ങനെ വണ്ടിയിൽ മുറ്റത്ത് ഇറങ്ങുന്നു. അതിനുശേഷം വണ്ടി അങ്ങ് പുറകോട്ട് പോകുന്നേ കാണിക്കുന്നുള്ളൂ. അന്നേരം വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഇവരെല്ലാവരും നോക്കുന്നുണ്ട്. അന്നേരം ഞാൻ ആരാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സത്യ ജനലിൽ കൂടെ നോക്കുമ്പോൾ അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ഓടിച്ചെന്ന് അമ്മയാണെന്ന് പറയുമ്പോൾ, അപ്പോൾ ചേച്ചിയമ്മ നേരത്തെ ആണല്ലോ എന്നിങ്ങനെ പപ്പിയും പറയുന്നുണ്ട്. അന്നേരം ഞാൻ വന്നാരും പറയണ്ട, ഞാൻ മാറി നിൽക്കാമെന്ന് പറഞ്ഞിട്ട് സത്യഭാമ അകത്തെ ആ ഒരു റൂമിലേക്ക് കയറി നിൽക്കുന്നുണ്ട്. അന്നേരം ശാലിനി അകത്തേക്ക് കയറുമ്പോൾ ഈ കുട്ടികളാണെങ്കിൽ ഇതൊക്കെ എടുത്ത് മാറ്റാമെന്നും പറഞ്ഞ് പെട്ടെന്ന് ആ പ്ലേറ്റ് ഒളിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊക്കെ ശാലിനി അകത്തേക്ക് കയറുകയാണ്. അന്നേരം ഈ കുട്ടികൾ എവിടെയെന്ന് ചെല്ലും, ഇവിടെ ഉണ്ടായിരുന്നോ, ഇതെന്താ അവിലടെ, ഇതിപ്പോൾ ആരാ ഉണ്ടാക്കി തന്നത് എന്ന് ചോദിക്കുമ്പോൾ ജയശ്രീ ചേച്ചിയാണ് എന്നിങ്ങനെ പെട്ടെന്ന് സത്യ പറയുന്നുണ്ട്. അന്നേരം ഞാൻ കഴിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞിട്ട് ശാലിനി അതിനടുത്ത് കഴിക്കുമ്പോൾ ഇത് സത്യാമ്മയുടെ സ്പെഷ്യലാണല്ലോ, സത്യാമ്മ ഉണ്ടാക്കിയ അതേ ടേസ്റ്റ് എന്ന് ശാലിനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നേരം ഈ സത്യാമ്മയ്ക്ക് ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ശാലിനി ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു റൂമിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഒരു കണ്ണാടിയിലെ ആ ഒരു മിററിൽ കൂടി സത്യഭാമ അകത്ത് നിൽക്കുന്നത് ഇങ്ങനെ തിരിച്ച് കാണുകയാണ്. അന്നേരം അപ്പോൾ എൻ്റെ മുന്നിൽ വരാനുള്ള മടി ഉണ്ടായിരിക്കും, അപ്പോൾ ഞാൻ സത്യാമ്മയോട് വന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ കരുതാം എന്ന് പറഞ്ഞിട്ട് ശാലിനി ആണെങ്കിൽ അത് കണ്ടതായിട്ട് ഭാവിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം, നിങ്ങൾ കഴിക്കുക എന്ന് പറഞ്ഞിട്ട് ശാലിനി അങ്ങ് അപ്പുറത്തേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ശാലിനി അങ്ങ് മാറുമ്പോൾ സത്യാമ്മയാണെങ്കിൽ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങുന്നുണ്ട്. ശാലിനി ആണെങ്കിൽ പക്ഷെ അത് കാണാതെ അങ്ങ് റൂമിനകത്തേക്ക് കയറുന്നുണ്ട്, കണ്ട ഭാവം നടിക്കാതെ. എന്നിട്ട് സത്യഭാമ പെട്ടെന്ന് കുട്ടികളോട് പറയുന്നുണ്ട്, അമ്മ ഡ്രസ്സ് മാറി വരുന്നതിന് മുന്നേ സത്യമ്മ വെക്കോട്ടെ, സത്യമ്മ ഒന്നാരും പറയണ്ട പോട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യയെ ചേർത്ത് പിടിച്ച് മുത്തമൊക്കെ കൊടുത്തിട്ട് ടാറ്റ പറഞ്ഞിട്ട് സത്യഭാമ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ്. തിരിഞ്ഞു നോക്കി ഒരു അറിയാതെ വന്നിട്ട് പോയ ആ രീതിക്ക് തന്നെ ഭാമ പെട്ടെന്ന് അങ്ങ് നടന്ന് കയറ്റിടന്ന് പോകുന്നുണ്ട്. പക്ഷെ ഇത് ശാലിനി ആ ജനലിൽ കൂടി കാണുന്നുണ്ട്. സത്യമ്മയ്ക്ക് ഇത് എന്ത് പറ്റി, എന്തായിരിക്കും എന്നിങ്ങനെ ശാലിനി ആലോചിച്ച് നിൽക്കുന്നുണ്ട്. ഭാമ അങ്ങ് പോകുന്നുണ്ട്. ഇതേസമയം അവിടെ പിള്ളയും രാഘവൻ നായരും കൂടി ഭാമയെ കാത്തിരിക്കുകയാണ്. ഇതിപ്പോൾ ദൂരേക്ക് എവിടെയെങ്കിലും കച്ചവടത്തിന് പോയതായിരിക്കും എന്നൊക്കെ പിള്ള പറയുമ്പോൾ വിഷ്ണുവിനെ കണ്ണോന്നും പറഞ്ഞ് പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവിടേക്കായിരിക്കും പോയത്. ഇപ്പോൾ ശാലിനി കുഞ്ഞിനെ കുറിച്ച് പറയുമ്പോൾ പഴയ എടുത്തു ചാട്ടമൊന്നുമില്ല, സത്യമോളെക്കുറിച്ച് പറയുമ്പോൾ വലിയ കാര്യമാണെന്നൊക്കെ ഇങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ വളരെ സന്തോഷത്തോടെ നടന്നു വരികയാണ്. അന്നേരം ഇതെന്താ ഭാമയെ, നേരെ എത്രയായി, നീ എവിടെ പോയതായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അത് എനിക്ക് ചിലരൊക്കെ കാണണമെന്ന് തോന്നി, അതിനെ കണ്ടല്ലേ വെക്കൂ, നേരവും കാലവും നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ചായ എടുക്കട്ടെ ചോദിക്കുകയാണ്. അന്നേരം എടുത്തോന്ന് പറയുമ്പോൾ കഴിക്കാൻ എന്തെങ്കിലും വേണമെന്നിങ്ങനെ ഭാമ വളരെ സന്തോഷം. രാഘവൻ നായരും പിള്ള ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ എടുത്തോന്നിങ്ങനെ രാഘവൻ നായർ പറയുന്നുണ്ട്. ഭാമ അകത്തേക്ക് പോവുകയാണ്. തുടർന്ന് ഇതെന്താ, എന്തോ സന്തോഷമുണ്ടെന്നിങ്ങനെ പിള്ള പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഞാനൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും കിട്ടിയാലോ എന്ന് പറഞ്ഞിട്ട് രാഘവൻ നായർ പെട്ടെന്ന് ഇങ്ങനെ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പിള്ള എഴുന്നേൽക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെ പുറത്തേക്ക് വരികയാണ്. അന്നേരം രാഘവേട്ടൻ എന്താ ചോറ് കഴിച്ചില്ലേ, ഭാമ ദേഷ്യപ്പെടുകയാണ്. അതെ, എനിക്ക് വിശപ്പ് തോന്നിയില്ല, കഴിച്ചില്ല എന്ന് പറയുകയാണ്. വല്ല
അസുഖം വരുത്തി വെച്ചാലോ എന്നിങ്ങനെ ഭാമ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്ക് ആരും ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ആളിലൊക്കെ ഉണ്ടാകും, ഞാനൊന്ന് മനസ്സ് വെച്ചാൽ കളക്ടർ മരുമോൾ അടക്കം ഇവിടെ വരും എന്നിങ്ങനെ പറയുമ്പോൾ ഭാമ പക്ഷേ ദേഷ്യം കാണിക്കുന്നില്ല ശാലിനിയുടെ കാര്യം പറയുമ്പോൾ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞിട്ട് നിനക്ക് പിന്നെ അവരാരും ഇഷ്ടമല്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അവരെ വിളിക്കാൻ ഇനി സമ്മതിക്കില്ലല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഭാമ പറയുകയാണ്, അതിപ്പോൾ നമുക്ക് അവരെ ഇനി തിരിച്ചു വിളിച്ചാലോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ആരെയും ചോദിക്കുമ്പോൾ അല്ല വിഷ്ണുവിനെ എന്ന് പറയുകയാണ്. അതിപ്പോൾ വിഷ്ണുവിനെ വിളിച്ചാൽ അവനൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട് എന്ന് പറയുമ്പോൾ എങ്കിൽ അവരും വന്നോട്ടെ എന്ന് പറയുകയാണ്. അന്നേരം രാഘവൻ നായർ പിള്ളയ്ക്കും ആകെ സന്തോഷം ഭാമയുടെ സംസാരം കേട്ടിട്ട്. അന്നേരം നീ സത്യമാണോ ഭാമയെ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ എന്നെ ഒന്ന് പിച്ചിക്കേന്ന് ഇങ്ങനെ പിള്ളയോട് പറയുന്നുണ്ട് രാഘവൻ നായർ. അന്നേരം എന്തായാലും സത്യാമ്മ പറഞ്ഞതല്ലേ അത് സത്യം തന്നെയാണെന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ സമ്മതിക്കുന്നില്ല എന്നല്ലേ, അവനും അവൻ്റെ ഭാര്യയും കൊച്ചും ഒക്കെ വന്നോട്ടെ, ഇവിടെയല്ലേ താമസിക്കേണ്ടത്, നമുക്കിവിടെ എല്ലാവർക്കും കൂടി സന്തോഷമായിട്ടും കഴിയുക, ഇനിയിപ്പോൾ ഞാൻ സമ്മതിച്ചില്ല എന്നും വേണ്ട, എന്താ പോരെ എന്നിങ്ങനെ ഭാമ ഒരു സമ്മതിച്ചു കൊടുക്കാൻ ഭാമയില്ല, എന്നാലും ഭാമ സന്തോഷത്തോടെയാണ് പറയുന്നത്. അന്നേരം എന്തായാലും നന്നായി ഭാമയെ സന്തോഷമായി എന്നിങ്ങനെ രാഘവൻ നായർ പറയുമ്പോൾ അയ്യോ ഞാൻ ചായക്ക് വെള്ളം വെച്ചു പെട്ടെന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ഓടുകയാണ്. അന്നേരം രാഘവൻ നായരങ്ങ് ആകെ സന്തോഷം, പിള്ളയോടങ്ങ് സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. കണ്ടില്ലേ ഭാമയ്ക്ക് എന്തോ സംഭവിച്ചു, മനസ്സ് മാറി, എല്ലാവരെയും വിളിക്കാമെന്ന് പറഞ്ഞില്ലേ, ദൈവത്തിന് നന്ദി എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ അവിടെ ശാലിനിയുടെ വീട്ടിലാണെങ്കിൽ പപ്പി വീണ്ടും ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ശ്യാമയെ രോഹിത്തിനെ കുറിച്ച് ആലോചിച്ചാണ് വിഷമിച്ചിരിക്കുന്നത്. അന്നേരം ശാലിനി അവിടെ അടുക്കളയിൽ ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുമ്പോൾ സത്യ ചെല്ലുന്നുണ്ട്. അന്നേരം പപ്പിയെ കൂടെ വിളിക്കാൻ പറയുമ്പോൾ വരുന്നില്ല, പിണങ്ങിയിരിക്കുകയാണ്, വിശപ്പില്ല എന്ന് പറയുമ്പോൾ അതൊന്നും പറ്റില്ല, ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശാലിനി വരുമ്പോൾ പപ്പി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അന്നേരം എന്താ ഭക്ഷണം കഴിക്കാമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട എനിക്ക് വിശപ്പില്ല, എൻ്റെ അമ്മ ഇല്ലല്ലോ, എൻ്റെ അച്ഛനും അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ എന്നെ തോന്നിയ പോലെ വഴക്ക് പറയും തല്ലുകയൊക്കെ ചെയ്യുന്നത്, എൻ്റെ അമ്മ ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും സംഭവിക്കില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അമ്മ ട്രീറ്റ്മെൻറ്റിനായിട്ട് പോയിരിക്കുകയല്ലേ, മോൾ വിഷമിക്കേണ്ട, ചേച്ചിയമ്മ സന്തോഷം അല്ല ദേഷ്യം കൊണ്ടല്ല വഴക്ക് പറയുന്നത്, തെറ്റ് ചെയ്തുകൊണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയാണ്. അന്നേരം എൻ്റെ അമ്മയൊന്നും അല്ലല്ലോ ചേച്ചിയമ്മ എന്ന് പറയുമ്പോൾ ശാലിനിക്ക് അത് ഇങ്ങനെ ഉള്ളിൽ തട്ടുകയാണ്. അന്നേരം അങ്ങനെ പറയല്ലേ മോളെ, ചേച്ചിയമ്മയ്ക്ക് മോളോട് സ്നേഹം തന്നെയാണ്, എങ്ങനെയാണ് കുഞ്ഞിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, മോൾ പറയുന്നത് പോലെയൊക്കെ ഇനി ചേച്ചിയമ്മ ചെയ്തോളാം എന്ന് പറയുമ്പോൾ ആദ്യ കുട്ടി ഇറങ്ങിപ്പോകുന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരമാണ് ശാലിനി സമാധാനിപ്പിക്കുന്നത്. അന്നേരം സത്യം ചോദിക്കുമ്പോൾ സത്യം മക്കൾ പിന്നെ വിശന്നിരുന്ന അമ്മമാർക്കല്ലേ മനസ്സ് നീറുന്നത്, അമ്മമാർക്കും കഴിക്കാനായിട്ട് തോന്നില്ല, എൻ്റെ 2 മക്കളുമാണ് എൻ്റെ ലോകം എന്ന് പറഞ്ഞിട്ട് ഈ 2 കുട്ടികളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പപ്പിയുടെ പിണക്കമൊക്കെ മാറുന്നുണ്ട്. ഇത്രയുമാണ് ഈ മഹാ എപ്പിസോഡ് ഇതിൽ കാണിക്കുന്നത്. പക്ഷേ അടുത്ത എപ്പിസോഡിലാണ് ആ ഒരു നസീറിൻ്റെ കൊലപാതകത്തിൻ്റെ ആ ചുരുളൊക്കെ അഴിയുന്നതും ചന്ദ്രബോസിൻ്റെ വീണ്ടും വരവും ഒക്കെയുണ്ട്. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക് യു.